മധ്യപൂർവേഷ്യ എക്കാലത്തും ലോകരാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ഏറ്റവും അശാന്തമായ ഒരു മേഖലയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്കങ്ങളും യുദ്ധങ്ങളും നയതന്ത്ര പ്രതിസന്ധികളും ഈ പ്രദേശത്തെ എപ്പോഴും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന വണ്ണം നിർത്തിയിരിക്കുകയാണ്. എന്നാൽ സമീപകാലത്ത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ അടുത്ത നീക്കങ്ങളിലേക്കാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവ ഗുണമായ കടുത്തതും എന്നാൽ ആരെയും ഞെട്ടിക്കുന്നതുമായ ഒരു പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാനം വേണമെങ്കിൽ ഇസ്രയേലിനെ അംഗീകരിക്കണമെന്ന കടുത്ത നിർദ്ദേശമാണ് ട്രംപ് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ ഈ പ്രഖ്യാപനം കേവലം ഒരു നിർദ്ദേശമല്ല, മറിച്ച് അനുസരിക്കാത്തവർക്ക് നേരെ സൈനിക നടപടിയുണ്ടാകുമെന്ന കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന എബ്രഹാം കരാർ അടിച്ചേൽപ്പിക്കാനുള്ള ട്രംപിന്റെ ഈ നീക്കം മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തെ ഏത് ദിശയിലേക്കാണ് നയിക്കുക എന്നത് അതീവ പ്രാധാന്യമുള്ള ചോദ്യമാണ്. ഇനി എന്താണ് എബ്രഹാം കരാർ എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ നീക്കത്തെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്ത് രൂപം കൊണ്ട എബ്രഹാം കരാറിന്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ചരിത്രപരമായി പലസ്തീൻ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാതെ ഇസ്രയേലുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധത്തിനുമില്ല എന്നതായിരുന്നു ഭൂരിഭാഗം അറബ് രാജ്യങ്ങളുടെയും പ്രഖ്യാപിത നിലപാട്. എന്നാൽ 2020 ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെക്കപ്പെട്ട എബ്രഹാം കരാർ ഈ പരമ്പരാഗത നിലപാടിനെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചു. ജൂത, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളുടെ പൊതുപിതാവായി കണക്കാക്കപ്പെടുന്ന എബ്രഹാമിന്റെ പേര് നൽകിയ ഈ കരാറിലൂടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതുപോലെ ബഹ്റൈനും ഇസ്രയേലുമായി ഔദ്യോഗികമായി കൈകോർത്തു. പിന്നീട് സുഡാനും മൊറോക്കോയും ഈ പാത പിന്തുടർന്നു. പലസ്തീൻ വിഷയത്തെ താൽക്കാലികമായി മാറ്റിവെച്ച് മേഖലയിലെ വലിയ ഭീഷണിയായ ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലുമായി സാമ്പത്തിക, സൈനിക, സാങ്കേതിക മേഖലകളിൽ സഹകരിക്കുക എന്നതായിരുന്നു ഈ കരാറിന്റെ യഥാർത്ഥ ലക്ഷ്യം. ട്രംപിന്റെ നയതന്ത്ര വിജയമായി ആഘോഷിക്കപ്പെട്ട ഈ കരാർ മധ്യപൂർവേഷ്യയിലെ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചു. നിലവിലെ യുദ്ധാന്തരീക്ഷം ഇല്ലാതാക്കാൻ ഇതേ കരാർ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും പുറത്തെടുക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം സമാധാനത്തിനായുള്ള ഒരു അഭ്യർത്ഥനയല്ല, മറിച്ച് അമേരിക്കയുടെ കടുത്ത ആജ്ഞയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ഉപാധി മേഖലയിലെ പ്രമുഖ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുകയും എബ്രഹാം കരാറിന്റെ ഭാഗമാകുകയും വേണമെന്നതാണ്. സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഈ കരാറിൽ ഉടനടി ഒപ്പുവെക്കണമെന്ന് ട്രംപ് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈജിപ്തിനും ജോർദാനും നേരത്തെ തന്നെ ഇസ്രയേലുമായി സമാധാന കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണെങ്കിലും പുതിയ പ്രാദേശിക സുരക്ഷാ സഖ്യത്തിന്റെ ഭാഗമായി അവർ പൂർണ്ണമായി മാറണമെന്നതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ക്യാരറ്റും വടിയും എന്ന നയമാണ്. ഒരു വശത്ത് ഈ രാജ്യങ്ങൾ അമേരിക്കയുമായി സഹകരിക്കുകയാണെങ്കിൽ ഇറാനെ പോലും ഈ ആഗോള കൂട്ടായ്മയുടെ ഭാഗമാക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് ട്രംപ് പറയുന്നു. ഇത് ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പ്രാദേശിക ക്രമത്തിനുള്ള വാഗ്ദാനമാണ്. എന്നാൽ മറുവശത്ത് ഈ ചർച്ചകൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വിജയകരമായി പൂർത്തിയായില്ലെങ്കിൽ ശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. പരമാധികാര രാഷ്ട്രങ്ങൾക്ക് മേൽ ഇത്തരം കടുത്ത ഉപാധികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ സാധാരണ രീതികൾക്ക് നിരക്കാത്തതാണെങ്കിലും ട്രംപിന്റെ അപ്രതീക്ഷിത ശൈലിക്ക് ഇത് തികച്ചും അനുയോജ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ കടുത്ത പ്രസ്താവനകൾ പുറത്തു വന്നതിന് പിന്നാലെ മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള ശക്തിയായ സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങളുടെ പരമ്പരാഗതവും നീതിപൂർവവുമായ നിലപാടിൽ മാറ്റമില്ലെന്നാണ് റിയാദ് അറിയിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യവും പരമാധികാരവുമുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രയേലുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധത്തിനും സൗദി അറേബ്യ തയ്യാറല്ല എന്നതാണ് അവരുടെ ഔദ്യോഗിക നിലപാട്. 1967 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ യാഥാർത്ഥ്യമാവുക എന്നത് സൗദിയെ സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ സൗദി അറേബ്യയ്ക്ക് പലസ്തീൻ പ്രശ്നത്തെ കേവലം ഒരു പ്രാദേശിക തർക്കമായി കാണാൻ കഴിയില്ല. മുസ്ലിം ലോകത്തിന്റെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമേ സൗദി ഭരണകൂടത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇസ്രയേലുമായി പെട്ടെന്നൊരു കൈകൊടുക്കൽ സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. ട്രംപിന്റെ പദ്ധതി വിജയിക്കണമെങ്കിൽ സൗദി അറേബ്യയുടെ പങ്കാളിത്തം അനിവാര്യമാണ് താനും. ഇത് കരാറിന്റെ ഭാവിക്ക് വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. ട്രംപ് ലക്ഷ്യമിടുന്ന മറ്റ് രാജ്യങ്ങളായ തുർക്കി, പാകിസ്ഥാൻ, ഖത്തർ എന്നിവരുടെ നിലപാടുകളും ഈ കരാറിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ്.
പാകിസ്ഥാനാകട്ടെ ആഭ്യന്തരമായി കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും ഇസ്രയേലിനെ അംഗീകരിക്കുക എന്നത് അവിടുത്തെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഖത്തർ ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിലും ഹമാസുമായുള്ള അവരുടെ ബന്ധം ട്രംപിന്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ സൈനിക നടപടിയുണ്ടാകുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഈ രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ അകറ്റാനേ ഉപകരിക്കൂ എന്ന വിലയിരുത്തലുകളും ഉണ്ട്. ഭീഷണിപ്പെടുത്തി ഒപ്പുവെക്കുന്ന ഒരു കരാറിന് എത്രത്തോളം ആയുസ്സുണ്ടാകും എന്ന ചോദ്യം നയതന്ത്ര വിദഗ്ധർ ഉയർത്തുന്നു. സമാധാനം എന്നത് പരസ്പര വിശ്വാസത്തിലൂടെയും ചർച്ചകളിലൂടെയും ഉണ്ടാകേണ്ടതാണെന്നും അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മേഖലയിൽ കൂടുതൽ വലിയ സ്ഫോടനാത്മക സാഹചര്യമാകും സംജാതമാവുക എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം മധ്യപൂർവേഷ്യയെ ഒരു പുതിയ വഴിത്തിരിവിലാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാൻ എബ്രഹാം കരാർ വിപുലീകരിക്കുക എന്ന തന്ത്രം ഒരുപക്ഷെ അമേരിക്കയുടെ സാമ്പത്തിക സൈനിക താൽപ്പര്യങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. എന്നാൽ മേഖലയിലെ യാഥാർത്ഥ്യങ്ങൾ കാണാതെയുള്ള ഇത്തരം കടുംപിടുത്തങ്ങൾ തിരിച്ചടിയാകാനാണ് സാധ്യത കൂടുതൽ. ഇറാനെയും ഇസ്രയേലിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ലോക കൂട്ടായ്മ എന്ന ട്രംപിന്റെ ദീർഘവീക്ഷണം ആകർഷകമായി തോന്നാമെങ്കിലും അതിന് പിന്നിലെ ഭീഷണിയുടെ സ്വരം സമാധാനത്തിന്റെ ശ്രമങ്ങളെ അട്ടിമറിച്ചേക്കാം. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ അറബ് ലോകം പൂർണ്ണമായി കീഴടങ്ങുമോ അതോ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയൊരു പ്രതിരോധം തീർക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും മധ്യപൂർവേഷ്യൻ മണ്ണിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ കൂടി മാനിച്ചുകൊണ്ടുള്ളതായിരിക്കണം എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരാഗോള ശക്തിക്കും കഴിയില്ല. ട്രംപിന്റെ പുതിയ പരീക്ഷണം സമാധാനത്തിലേക്കുള്ള പാതയാകുമോ അതോ മറ്റൊരു പുതിയ വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.